പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവനറൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഇന്നത്തെ ധ്യാനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ വചന ശുശ്രൂഷയിലൂടെ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ് പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി. അങ്ങനെ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്ത് പ്രാർത്ഥനയാണുള്ളത്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, പെന്തക്കോസ്താ തിരുനാൾ ഒരു അനുസ്മരണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതാണോ? പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പെന്തക്കോസ്താ തിരുനാളില് 2000 വർഷം മുമ്പ് നടന്ന അതേ അനുഭവം വീണ്ടും അനുഭവിക്കുവാൻ, വീണ്ടും ആവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് തൻ്റെ ആദ്യത്തെ പെന്തക്കോസ്തായ്ക്ക് 2013 ദിവ്യബലിയുടെ മധ്യേ പറഞ്ഞു, വി ഹാവ് ടു റീലിവ് വാട്ട് ദ ഡിസൈപ്പിൾസ് ലിവ്ഡ്. നമ്മൾ പുനർജീവിക്കുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണത്, അല്ലാതെ നമ്മൾ അനുസ്മരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടത് വീണ്ടും ഒരു പെന്തക്കോസ്താ അനുഭവം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പെന്തക്കോസ്താ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണ്. കാരണം ഈശോ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് പറഞ്ഞ കാര്യം അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തില് നിങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനെ പറ്റിയാ പറയുന്നത്. ശക്തിയുടെ ഗ്രീക്ക് വാക്ക് ഡുനാമിസ് എന്നാണ്. ഡുനാമിസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് ഡൈനാമൈറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഡൈനാമൈറ്റ് എന്താണെന്ന് നമുക്കറിയാം, അത് വളരെ വലിയ വിസ്ഫോടനത്തിന് കാരണമാക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിസ്ഫോടനമാണ് ഉണ്ടാകാൻ പോകുന്നത് പെന്തക്കോസ്താ അനുഭവിച്ചു കഴിയുമ്പോൾ. അപ്പൊ ആ പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിലാണ് ആദ്യത്തെ പെന്തക്കോസ്തായെ പറ്റി വർണ്ണിക്കുന്നത് കാണുന്നത്. അതിനുശേഷം 14-ാമത്തെ വചനം, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 14-ാമത്തെ വചനത്തില് പത്രോസ് മറ്റു 11 പേരും ഒത്ത് എഴുന്നേറ്റ് നിന്ന് വചനം പ്രഘോഷിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വചന പ്രഘോഷണം ഇതുവരെ ലോകത്തിൽ പ്രഘോഷിക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തമായ വചന പ്രഘോഷണമായിരുന്നു. അതിലെ 3000 വ്യക്തികൾ മാനസാന്തരപ്പെട്ടു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പെന്തക്കോസ്താ അനുഭവവും ആ വചന പ്രഘോഷണവും അതിൻ്റെ മധ്യേ എത്ര സമയം എടുത്തു?
രണ്ടാം അധ്യായം 4-ാം വചനത്തില് വർണ്ണിക്കുകയാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. 14-ാമത്തെ വചനം പറയുന്നത് അവർ വചന പ്രഘോഷണം തുടങ്ങി. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മിഷണറീസ് ആയിട്ട് മാറുകയാണ്, പ്രേക്ഷിതരായിട്ട് മാറുകയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നവരായിട്ട് മാറുകയാണ്, നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നവരായിട്ട് മാറുകയാണ്. അതാണ് പെന്തക്കോസ്ത. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ഇങ്ങനെ മിഷണറീസ് ആയിട്ട് പ്രേക്ഷിതരായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിനെ പ്രതി, ദൈവം നമ്മളിലൂടെ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. കാരണം നമ്മുടെ യോഗ്യതയൊന്നും കണ്ടിട്ടല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ അയോഗ്യതയിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം നൽകിക്കൊണ്ട് നമ്മളെ ഉപയോഗിക്കാൻ പോവുകയാണ്. നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് പോലെ 1 തിമോത്തി 1-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു തിമോത്തിയോസിനോട്: എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ നിയോഗിച്ച ആ ക്രിസ്തുവിന് നമ്മൾ എപ്പോഴും നന്ദി പറയണം. ആ പരിശുദ്ധാത്മാവിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അതേസമയം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങൾ, ചില അഗ്നിപരീക്ഷണങ്ങൾ, ചില പ്രലോഭനങ്ങൾ, ചില തടസ്സങ്ങൾ ഉണ്ടാകും. ഞാൻ ഇന്ന് അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കരുത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മിഷൻ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് വെല്ലുവിളികളും തടസ്സങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ നിരാശരാകരുത്, നമ്മൾ പരിഭ്രാന്തരാകരുത്, നമ്മൾ അസ്വസ്ഥരാകരുത്. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യത്തെ പറ്റി പറയുക. അതായത് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നാവുന്ന കാര്യത്തെ ഞാൻ പോസിറ്റീവ് ആണെന്ന് പറയുകയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ ശ്രമിക്കുവാനായിട്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തില് നമ്മൾ വിതക്കാരന്റെ ഉപമ കാണുന്നുണ്ട്. ആ വിതക്കാരന്റെ ഉപമയും പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തായ്ക്ക് ചെയ്യാൻ പോകുന്ന കാര്യവും നമുക്ക് അല്പം താരതമ്യപ്പെടുത്താൻ സാധിക്കും. വിതക്കാരൻ വചനം വിതയ്ക്കുകയാണ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് അഭിഷേകം തരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും അഭിഷേകം തരുന്നു. ആ അഭിഷേകം തരുന്ന സമയത്ത് ചില അഭിഷേകം വന്ന് പതിക്കാൻ പോകുന്നത് വഴിയിലായിരിക്കും. അത് നമ്മൾ ചവിട്ടുകയും അതുപോലെ പക്ഷികൾ വന്ന് അത് കൊത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. മറ്റു ചിലർക്ക് അഭിഷേകം പാറമേലായിരിക്കാം, അപ്പൊ അത് വരണ്ടു പോകുന്നു. മറ്റു ചിലത് വീഴുന്നത് മുൾപടർപ്പിലായിരിക്കാം, അത് ഞെരുക്കിക്കളയുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് സംഭവിക്കാം. ഈ കിട്ടുന്ന അഭിഷേകം നമ്മൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഈ അഭിഷേകം നിലനിർത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ കാണുന്നുണ്ട്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്തിനാണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ നിയോഗിക്കുന്നത് ഈ ഫലങ്ങൾ നിലനിർത്താനാണ്. നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോ തന്റെ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനെ പറ്റി യോഹന്നാന്റെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിച്ചതിന് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-19 വചനങ്ങൾ. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ അത് എന്നെ ദ്വേഷിച്ച് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ അല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട്
ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ലോകം നമ്മളെ ദ്വേഷിക്കാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യത്തെ പറ്റി മുൻകൂറായിട്ട് താക്കീത് ചെയ്യുകയായിരുന്നു ഈശോ ചെയ്തത് അവിടെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആൾമാര് പറയാറുണ്ട്, ഈ അഭിഷേകം ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ചെന്നപ്പോൾ ഉള്ള ആ ഞെരുക്കങ്ങള്, ആ അഗ്നി പരീക്ഷകള്, വെല്ലുവിളികളൊക്കെ. പക്ഷെ അവർ മാത്രമല്ല, ഞാൻ മെത്രാന്മാരുടെ അടുത്തുനിന്നും പുരോഹിതന്മാരുടെ അടുത്തുനിന്നും സിസ്റ്റേഴ്സിന്റെ അടുത്തുനിന്നും ഒക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അതായത് ഈ അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ, ഇപ്പൊ നമ്മൾ ആ സെഹിയോൻ ഊട്ടുശാലയിൽ ഇരുന്ന ശിഷ്യന്മാര് ആ സെഹിയോൻ ഊട്ടുശാലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ നമ്മൾ ഈ പെന്തക്കോസ്ത കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ അഗ്നിപരീക്ഷയൊക്കെ വരുന്നത് സഭയെ എതിർക്കുന്ന മറ്റു വ്യക്തികളിൽ നിന്നാകാം. വചനപ്രഘോഷണത്തിന് തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ സഭയിൽ നിന്ന് തന്നെയാകാം. നമ്മുടെ പാരിഷിൽ നിന്നാകാം, നമ്മുടെ രൂപതയിൽ നിന്നാകാം, നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് നിന്നാകാം. ചിലപ്പോൾ ഇത് നമ്മുടെ തന്നെ വ്യക്തികൾ, നമ്മുടെ കുടുംബങ്ങളിലാകാം. ചില സമയത്ത് ഇത് നമ്മളിൽ തന്നെയാകാം. അപ്പൊ നമ്മുടെ ആസക്തികള്, നമ്മുടെ പല ബന്ധനങ്ങളും, നമ്മളുടെ പല പാപപ്രവണതകളും നമുക്ക് തടസ്സമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറയും, ഇതിനെ രണ്ട് രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി കർത്താവ് നമ്മുടെ മുമ്പിൽ ഈ തടസ്സങ്ങൾ കൊണ്ടുവന്നതായിരിക്കാം. പ്രത്യേകിച്ച് നമ്മൾ അതിനെപ്പറ്റി ശരിക്കും വിവേചിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ചില മേഖലകളിൽ കർത്താവ് തിരുത്തുകയാണ്, നമ്മൾ ശരിയല്ലാത്തത് കൊണ്ടാകാം. നേരെ മറിച്ച് നമ്മൾ സഭാധികാരികൾക്ക് വിധേയപ്പെട്ട് ദൈവസ്വരം ശ്രവിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ കാണുന്നുണ്ട് ഈശോ മത്തായിയുടെ സുവിശേഷത്തില് 3-ാം അധ്യായത്തില് ജോർദാൻ നദിയിൽ ചെന്നിട്ട് സ്നാനം സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നുണ്ട് സ്വർഗം തുറക്കപ്പെട്ട് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അങ്ങനെ ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അടുത്ത അധ്യായം 4-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഇതാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോ, അതേ ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുന്നു. മരുഭൂമിയിൽ എന്താ സംഭവിച്ചത്? ഈശോ പരീക്ഷിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ഈ അഭിഷേകം, ഈ പെന്തക്കോസ്ത് അനുഭവം ഒരു ഹണിമൂൺ പോലെ തോന്നാം. പക്ഷേ ഉടനെ തന്നെ നമ്മൾക്ക് ചിലപ്പോൾ പ്രതിസന്ധികളും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം. നമുക്ക് പല വിധത്തിലുള്ള കംഫേർട്സ്, സുഖങ്ങള്, നമ്മുടേതായ സമയം, നമ്മുടേതായ താലന്തുകള്, ഇതൊക്കെ നമുക്ക് പരിത്യജിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ പരിത്യജിച്ച് അനുദിനം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാനാ പറഞ്ഞത്. ഇത് ഒരു പ്രാവശ്യത്തേക്കല്ല, അനുദിനം ആ ശുശ്രൂഷ ജീവിതത്തില്, പ്രേക്ഷിത ജീവിതത്തില് ഈ അല്പം കുരിശുകളൊക്കെ നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഈ കുരിശിന്റെ മേന്മ, അതിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഓർത്ത് നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമ്മളുടെ മുമ്പിൽ വരും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ ശക്തിപ്പെടേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തില് 9-ാം അധ്യായത്തില് 15-ാമത്തെ വചനത്തില് 15-16 വചനത്തിൽ നമ്മൾ കാണുന്നു, ഈ പൗലോസ്ലീഹ സാവൂളിന്റെ മാനസാന്തരത്തിന്റെ സമയത്ത് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ സാവൂളിന് മാനസാന്തരം സംഭവിച്ചു. അനനിയാസിനോട് ചെന്ന്
ആത്മാവ് ഈശോ തന്നെ പറയുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പെടുത്തുമ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ശ്രദ്ധേയമാണ്. എന്റെ നാമത്തെ പ്രതി അവന് എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹോദരി സഹോദരങ്ങളെ, എന്റെ നാമത്തെ പ്രതി അവൻ എന്തുമാത്രം സഹിക്കേണ്ടി വരും എന്ന് അവന് കാണിച്ചു കൊടുക്കും. കാരണം പൗലോസ്ലീഹായെ പ്രതി കർത്താവിന് വലിയ പദ്ധതിയായിരുന്നു, വലിയ കാര്യങ്ങൾ ചെയ്യാൻ, അപ്പസ്തോലനായിട്ട് ഉയർത്തപ്പെടുകയാണ്. അപ്പൊ അതിനു മുമ്പ് അത്രയും വലിയൊരു ശക്തമായ ശുശ്രൂഷയിലേക്ക് പോകുന്ന വ്യക്തിക്ക് ഈശോയെ പ്രതി കുറെ സഹിക്കേണ്ടി വരും എന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറയുകയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, 1993 ആണ് എനിക്ക് വളരെ ശക്തമായ ഒരു അഭിഷേകം ഉണ്ടാകുന്നത്. അത് മൂവാറ്റുപുഴ ജീവജ്യോതി ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ധ്യാനം കൂടിയിട്ട്, മെയ് മാസത്തിൽ ധ്യാനം കൂടി, അവസാനത്തെ ദിവസം ഉള്ള കൗൺസിലിങ്ങും കൈവെപ്പ് ശുശ്രൂഷയും. കൗൺസിലിങ്ങിന്റെ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു വചനമുണ്ട്. കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു വചനം, വളരെ ശക്തമായിട്ടുള്ള ഒരു വചനമായിരുന്നു. ആ വചനം ഇന്നും എൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ആ വചനം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതിനുശേഷം ഉള്ള അഭിഷേക പ്രാർത്ഥന, അത് വലിയ ഒരു ആത്മാവിന്റെ നിറവായിരുന്നു, ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് ഈശോ എന്നോട് സംസാരിച്ചത് ഇതാണ്, പരിശുദ്ധാത്മാവ് തന്ന സന്ദേശം ഇതായിരുന്നു. 2 തിമോത്തി 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് 1, 2, 5 വചനങ്ങൾ. 2 തിമോത്തി 4, 1, 2, 5 വചനങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുൻപാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുകയാ. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. നീ ആകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. കഷ്ടതകൾ സഹിച്ച് ഇതെല്ലാം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷകന്റെ ജോലി, തിരുത്തലിന്റെ ജോലി, ഇതെല്ലാം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ ഈ അൺപോപ്പുലർ ആകേണ്ടതുണ്ട്. പലപ്പോഴും ലീഡേഴ്സിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ജനപ്രീതി നഷ്ടപ്പെടുക എന്നുള്ളത്. പക്ഷേ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ചിലപ്പോൾ ഇത് സംഭവിക്കാം. ഞാൻ പഴയ നിയമത്തിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയുകയാണ്. മോശ ഒരവസരത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ നമുക്ക് 14-15 വചനത്തിൽ കാണുന്നുണ്ട്, ഇപ്രകാരമാണ് എന്നോട് വർദ്ധിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം എന്ന് പറയുക. നമ്മൾ എലീശായെ കാണുന്നത് ഒരു വിഷാദ പ്രവാചകനായിട്ടാണ്. എലീശ പറയുന്നത് ഇങ്ങനെയാണ്, മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും എന്നാണ് എലീശ പറയുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനത്തിൽ ഏകദേശം 3/1 സങ്കീർത്തനങ്ങൾ വിലാപങ്ങളാണ്. ജെറമിയായെ പറ്റി പറയുന്നത് അദ്ദേഹം ഒരു സഹനത്തിന്റെ പ്രവാചകനായിരുന്നു. വീണ്ടും നമ്മൾ ജോനായെ കാണുന്നുണ്ട്. ജോന 4:3 പറയുകയാണ്, എന്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുകയാണെന്നാണ് പ്രവാചകൻ പറയുക. അതുകൊണ്ടാണ് 1 പത്രോസില് 4, 12, 13 വചനങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകൾ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകരുത്. ഇത് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകരുത്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പഴയ നിയമം കഴിഞ്ഞിട്ട് 2 വിശുദ്ധരെ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുക. ഈ 2 വിശുദ്ധരും സഭയിൽ പുതിയ ഭക്തികൾ പ്രചരിപ്പിച്ചവരാ.
ഇവർ രണ്ടുപേരും യൂറോപ്പിലുണ്ടായിരുന്നവരാണ്, രണ്ടുപേരും വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നവരാണ്, രണ്ടുപേരും കോൺവെന്റിലായിരുന്നു. ഒന്ന് സെയിന്റ് മാർഗരറ്റ് മേരി അലക്കോക്ക്. സെയിന്റ് മാർഗരറ്റ് മേരി അലക്കോക്ക് ഒരു മിസ്റ്റിക് ആയിരുന്നു. അപ്പൊ അവർക്ക് ഈശോയുടെ തിരുഹൃദയത്തെ പറ്റിയുള്ള ഭക്തിയുടെ വെളിപ്പെടുത്തലുകൾ ദൈവം കൊടുത്തു. അങ്ങനെ ആ വെളിപ്പെടുത്തലുകൾ അവർ പ്രചരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി തടസ്സമാണ് ഉണ്ടായിരുന്നത്. ആരും അതിനെ അംഗീകരിച്ചില്ല. മരിച്ച 75 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന് അംഗീകാരം ലഭിക്കുന്നത്. 43-ാമത്തെ വയസ്സിൽ മരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 4 വർഷത്തോളം ആർത്രൈറ്റിസ് വന്ന് കിടന്നു, രോഗിയായിരുന്നു. അതുപോലെയാണ് നമ്മൾ കരുണയുടെ ആ ഭക്തിയെ പറ്റി, ദൈവകരുണയെ പറ്റിയുള്ള ഭക്തി, ദൈവകരുണയെ പറ്റിയുള്ള ഭക്തി വിശുദ്ധ ഫൗസ്റ്റീനയാണ് പ്രചരിപ്പിച്ചത്. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ദർശനങ്ങൾ ഉണ്ടായപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ദർശനങ്ങൾ അംഗീകരിക്കാൻ ആരും തയ്യാറല്ലായിരുന്നു. കാരണം വിശുദ്ധ ഫൗസ്റ്റീന ചെറുപ്പത്തിൽ വേലക്കാരിയായി പല വീടുകളിലും ജോലി ചെയ്തു. അതിനുശേഷം കോൺവെന്റിൽ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേലക്കാരെ വേണ്ട ഇവിടെ. അവസാനം ഒരു കോൺവെന്റിൽ എൻട്രി കിട്ടി. അവിടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു രോഗിയായി തീർന്നു. ഒരു ക്ഷയരോഗ TB പേഷ്യൻ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ക്ഷീണിതയായി വിദ്യാഭ്യാസമില്ലാതെ 3 വർഷം മാത്രം പഠിച്ച ആ കന്യാസ്ത്രീക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. അതിനുശേഷം ഇന്ന് സഭയിൽ മുഴുവൻ പ്രചരിച്ചു ആ ഭക്തി. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആ ദൈവം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അനുവദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 1:8 നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ലോകം മുഴുവൻ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ആ ശിഷ്യന്മാരെ ഒന്ന് നോക്കുക, ആ അപ്പസ്തോലന്മാരെ ഒന്ന് നോക്കുക. അവർ ലോകം മുഴുവൻ സാക്ഷികളായി. അവരുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ അവര് ഈ 12 പേര് പോയി സുവിശേഷം പ്രചരിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോകം മുഴുവൻ പോയി, എല്ലാ ദിക്കുകളിലേക്കും പോയി അവർ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്, ഒത്തിരി അഗ്നിപരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ടും അവരുടെ മിഷനിൽ സക്സസ്ഫുൾ ആയിരുന്നു. അവരുടെ മിഷൻ വിജയിച്ചു. അങ്ങനെ അതില് 12 പേരിൽ 11 പേരും രക്തസാക്ഷികളായി. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, നമ്മളിങ്ങനെ പ്രേക്ഷിത വേലയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, തടസ്സങ്ങൾ പല കാരണങ്ങളാൽ ഉണ്ടാകാം. തടസ്സങ്ങൾ പലപ്പോഴും വരുന്നത് ചിലപ്പം അസൂയ കൊണ്ടായിരിക്കാം. അതിനെപ്പറ്റി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 50-ാം അധ്യായത്തില് 20-ാമത്തെ വചനത്തിൽ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ എനിക്ക് എതിരായിട്ടാണ് ചെയ്തത്, പക്ഷെ ദൈവം അതിനെ നന്മയ്ക്കായി പരിണമിപ്പിക്കുകയായിരുന്നു. ചിലപ്പോൾ മറ്റുള്ളവർ എതിരായിട്ട് ചെയ്യുന്നതാകാം, പക്ഷേ ദൈവം അതിനെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അനാഥനായിട്ട് നമ്മളെ വിടുകയില്ല എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നന്മ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ് എതിർപ്പുണ്ടാവുക. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഞാൻ മനസ്സിലെ കുറച്ച് വിഷമങ്ങളൊക്കെ പങ്കുവെച്ചത് എൻ്റെ ആർച്ച് ബിഷപ്പ് വിൻസെന്റ് കൺസസാവോ ആയിട്ടാണ്. അപ്പൊ ആർച്ച് ബിഷപ്പിനോട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആർച്ച് ബിഷപ്പ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സിർലെ, ഒരു മാവിനിട്ട് എപ്പോഴാണ് ആൾക്കാർ കല്ലെറിയുക? മാമ്പഴം ഉള്ളപ്പോഴല്ലേ, മാങ്ങ ഉള്ളപ്പോഴല്ലേ? ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് എതിർപ്പുകൾ ഉണ്ടാകുക. ചിലപ്പോൾ അല്ലെങ്കിൽ ആരും എതിർക്കാൻ വരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കണം. ദൈവം അതുപോലെ നമ്മളെ ഈ പ്രതിസന്ധികളിലൂടെ നമ്മളെ പലപ്പോഴും ഉരുക്കി വാർത്തെടുക്കുകയാണ്. മലാക്കിയുടെ പുസ്തകം 3:3 പറയുന്നുണ്ട്, ഈ ആലയിൽ കൊല്ലനിരുന്ന് ഉരുക്കുന്നത് പോലെ നമ്മളെ ഉരുക്കുകയാണ്. ഉരുക്കി വാർത്തെടുത്ത് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഉരുക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി ആ ഉരുക്കിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്, ഫേസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പലപ്പോഴും ഇത് വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് മാറാറുണ്ട്. ഞാൻ നിങ്ങളോട് ഈ പൂമ്പാറ്റയെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. പൂമ്പാറ്റയെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഈ പൂമ്പാറ്റ ആകുന്നതിന് മുമ്പ് ഒരു 4 സ്റ്റേജ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാവോ?
ആദ്യം ഇത് ഒരു മുട്ടയാണ്, എഗ്. അത് കഴിഞ്ഞിട്ട് ഇത് ലാവയായിട്ട് മാറുന്നു. അത് കാറ്റർപില്ലർ എന്ന് നമ്മൾ പറയും, പുഴുവായിട്ട്. അതിനുശേഷം ഇതിന് വേറൊരു സ്റ്റേജ് ഉണ്ട്, മൂന്നാമത്തെ സ്റ്റേജ്. അതിന് പറയുന്ന പൂപ്പ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അതും കൂടെ കഴിഞ്ഞാണ് ഇത് മനോഹരമായ പൂമ്പാറ്റയായിട്ട് മാറുക. പൂമ്പാറ്റയെ കാണാൻ വളരെ രസമാണ്. ഈ പുഴു പൂമ്പാറ്റയാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഈ പൂപ്പയായിട്ടിരിക്കുന്ന സമയത്ത്, പൂപ്പയായിട്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഷെല്ലിനകത്ത് ഇതിരിക്കുകയാണ്. എന്നിട്ട് ആ ഷെല്ലിന് ചെറിയൊരു ദ്വാരം ഉണ്ടാകും. ആ ദ്വാരത്തിലൂടെ ഈ കാറ്റർപില്ലർ സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി വലിച്ചഴഞ്ഞാണ് പുറത്തേക്ക് വരിക. അത് എന്തുകൊണ്ടാണ്? കാരണം ആ തടിച്ച ശരീരമുള്ള ആ ലാവ അതിന്റെ ശരീരത്തിലുള്ള ജ്യൂസ് മുഴുവൻ പോയിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ അതിനില്ലാത്ത ചിറകുകൾ വെക്കുകയാണ്. അതുവരെ അതിന് ചിറകില്ല, അതുവരെ അത് പുഴുവാണ്. അപ്പൊ ഈ ചിറകുകൾ വെക്കുന്ന ആ പ്രക്രിയയിൽ ആ ലാവയിൽ നിന്ന് ഈ പൂപ്പയിൽ നിന്ന് അത് പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ശരീരം ശോഷിച്ചിട്ട് ചിറകുകൾ വെക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പരീക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴാണ് നമുക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, പറക്കുവാനായിട്ട്, ആത്മീയമായി ഉയരുവാനായിട്ട്, വളരുവാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് ചില സഹനങ്ങൾ ദൈവം അതിനു വേണ്ടിയിട്ട് നമ്മളെ അനുവദിക്കുന്നതായിരിക്കാം. അതുപോലെ നമ്മൾ എളിമപ്പെടാൻ വേണ്ടിയായിരിക്കാം ചില പ്രതിസന്ധികൾ നമുക്കുണ്ടാകുക. വീണ്ടും ഇങ്ങനെ വെല്ലുവിളികളും അഗ്നിപരീക്ഷയും ഉണ്ടാകുമ്പോൾ അത് നമ്മൾ കാഴ്ചവെക്കണം. അങ്ങനെ കാഴ്ചവെക്കുമ്പോൾ അതൊരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മുടെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പോൾ അത് വീണ്ടും അനുഗ്രഹമായി മാറുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ശുശ്രൂഷയിൽ നമുക്ക് വളരാൻ സാധിക്കും. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നത് പോലെ നമ്മൾ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മളോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ അനാഥരായിട്ട് വിടുകയില്ല. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തില് 31-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ സാന്നിധ്യം അവിടുന്ന് നമ്മളെ എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഏതൊരു സാഹചര്യത്തിലും. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു. വീണ്ടും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ ആത്മാവിന്റെ ഫലങ്ങളിൽ വളരേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള അഗ്നിപരീക്ഷകൾ വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ആത്മാവിന്റെ ഫലങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിന്റെ 12 ഫലങ്ങളെ പറ്റി കേൾക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, സൗമ്യത, ആത്മസംയമനം, ഈ ഫലങ്ങളിൽ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് നമ്മൾ ഹബാക്കൂക്ക് പ്രവാചകൻ പറയുന്ന വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടാണ്. നമ്മൾ കണ്ണുകൾ അടച്ച് നമുക്ക് ശ്രദ്ധാപൂർവം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഹബാക്കൂക്ക് പ്രവാചകൻ 3:17-19 പറയുന്ന വചനങ്ങൾ പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും, വലയുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. Praise the Lord. Hallelujah.